ഇപ്പോൾ വയനാട്ടിലെ സർവകക്ഷി യോഗത്തിന് ശേഷം മീഡിയം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് വനത്തിൽ 20 മീറ്റർ പരിധിയിലെ കാട് വെട്ടുന്നതിനുള്ള സമ്മതം ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ചെയ്തു വന്നിരുന്നതാണ്. അതൊരു ചെറിയ തടസ്സം കാരണം തുടരാതിരുന്നതാണ്. നാളെ മുതൽക്ക് വീണ്ടും തുടങ്ങും. അതേമാതിരി ഫെൻസിങ് ചെയ്യുന്നുള്ള ടെൻഡർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈൻ ഫെൻസിങ് ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ അതുകൂടെ തന്നെയാണ് കടുവ വന്നിട്ടുള്ളത്. ഫെൻസിങ് ചെയ്യുന്നുള്ള ടെൻഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസ് ഫോറസ്റ്റ് രാത്രിയും പകലും സംയുക്തമായിട്ട് പെട്രോളിംഗ് നടത്തുന്നതാണ്. പിന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വാഹനങ്ങൾ വേണമെന്നാണ് പരീക്ഷ കാലത്ത് വേണ്ടത്. അപ്പൊ നമ്മൾ 6 വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് തിങ്കളാഴ്ച മുതൽ പ്രവർത്തിക്കുന്നതാണ്. പിന്നെ കുടുംബാംഗ സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകിയാൽ ബുധനാഴ്ച നമ്മൾ ബാക്കിയുള്ള നഷ്ടപരിഹാരം കൂടി നൽകുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള സംഭവങ്ങൾക്ക് യാതൊരു പോലീസ് കേസും ഉണ്ടാകുന്നതല്ല. പിന്നെ താൽക്കാലികമായി കുടുംബത്തിലെ ഒരാൾക്ക് ഫെബ്രുവരി 1 മുതൽ തന്നെ ജോലി കൊടുക്കും. സ്ഥിര നിയമനം സംബന്ധിച്ച് സാധാരണ രീതിയിൽ തന്നെ നമുക്ക് സർക്കാരിൽ നിന്ന് ഉത്തരവ് ലഭ്യമാക്കേണ്ടതാണ്. പിന്നെ പ്രിയദർശിനി എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ അടിയന്തരമായിട്ട് മീറ്റിംഗ് കൂടി നാളെ ഫോറസ്റ്റ് മിനിസ്റ്റർ ജില്ലയിലുണ്ട്. സാറിനോടുകൂടി എപ്പോ കൊല്ലാന്ന് പറയുന്നില്ലല്ലോ. ഇപ്പോഴും കടിയുടെ സാന്നിധ്യം നമ്മുടെ പഞ്ചായത്ത് കൊണ്ട് നിലനിൽക്കുകയാണ്. അപ്പോഴും കൂട്ടിൽ കിട്ടിയാൽ മാത്രമേ പിന്നെ കടിയെ ഒഴിവാക്കുള്ളൂ എന്ന് പറയുമ്പോഴും അത് വെടിവെക്കാനുള്ള സംവിധാനം നടപടി കാണുന്നില്ല. കൃത്യമായിട്ട് ഇതിപ്പോ സർവകക്ഷി യോഗം കഴിഞ്ഞതാണ്. കൃത്യമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനം. അത് നടപ്പിലാക്കാൻ വേണ്ടി അരുൺ സക്രിയ ടീം ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിപ്പോ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കടുവയുടെ സാന്നിധ്യം ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അതിനെ വെടിവെച്ച് കൊല്ലുന്ന സംവിധാനമായിട്ട് അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഇവിടെ കുട്ടികളെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ട വാഹന സൗകര്യം ഏർപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇവിടെ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന 82 കുടുംബങ്ങളുണ്ട്, പട്ടികവർഗ കുടുംബങ്ങളുണ്ട്. അവർ 2 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല. അവർക്ക് ശമ്പളം ഉടനെ കൊടുക്കുന്നതിന് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതി റെക്കോർഡിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രദേശങ്ങളിലെ ഈ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുന്നതിന് വേണ്ടി RRTയുടെ 8 അംഗങ്ങളടങ്ങുന്ന 10 ടീമിനെയാണ് ഒരുക്കിയിരിക്കുന്നത്. 80 ആളെ ഒരുക്കിയിട്ടുണ്ട്. അവർ പൂർണ്ണമായും ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടിയുള്ള അതുപോലെ ഇപ്പോൾ തന്നെ വാഹനം അനൗൺസ്മെന്റ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അനൗൺസ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നാളെ റവന്യൂ വനം വകുപ്പ് മന്ത്രി വരുമ്പോൾ ഓഫീസിൽ കൂടുതൽ ചർച്ചയുണ്ട്. അതിന് ബാക്കിയുള്ള തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ADMമായിട്ടുള്ള ചർച്ച നല്ല രീതിയിൽ നടന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അവസാനിപ്പിച്ചു. ബൈറ്റ് കോപ്പി ചെയ്യണം. ഫൈസൽ ഉണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ഫൈസൽ, ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു സർവകക്ഷി യോഗത്തിൽ. ഫെൻസിംഗ് ടെൻഡർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രാത്രിയും പകലും പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള സംഭവങ്ങളിൽ പ്രതിഷേധങ്ങളിൽ കേസെടുക്കില്ല എന്ന തീരുമാനത്തിലേക്ക് കൂടി സർവകക്ഷി യോഗം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആവശ്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ നാട്ടുകാർ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണോ? അനീഷ, തീർച്ചയായും പ്രതിഷേധം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കടുവയെ എന്തായാലും കൂട്ടിൽ കയറിയില്ലെങ്കിൽ വെടിവെക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. കുട്ടികൾക്ക് സുരക്ഷിതമായി പോകുവാൻ വേണ്ടിയുള്ള വാഹനം ഏർപ്പെടുത്താമെന്ന് പറയുന്നു. ഈ തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കാമെന്ന് പറയുന്നു. അത്തരത്തിൽ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നാട്ടുകാർ മുന്നോട്ട് വെച്ച എല്ലാ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാം. പക്ഷേ ഒരുപക്ഷെ കടുവ കൂട്ടിൽ വീഴുകയാണെങ്കിൽ ഈ കടുവയെ വെടിവെക്കാനുള്ള ഒരു നടപടിയിലേക്ക്
നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കില്ല. കടുവയെ കൂട്ടിൽ വീണില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു വെടിവെക്കുന്ന ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുകയുള്ളൂ. എന്നിരുന്നാലും അതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു തൊഴിലാളികളുടെ വേതനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നാട്ടുകാർക്ക് കിട്ടിയതായി പറയുന്നു. ഈ ഒരു പ്രദേശത്ത് ഇന്ന് രാത്രി മുതൽ രാത്രിയിലും പകലും RRT സംഘങ്ങളുടെയും മറ്റ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള കൃത്യമായ പരിശോധനകൾ, നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഉറപ്പിനെ തുടർന്ന് ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഉറപ്പുകളെ തുടർന്ന് ഇപ്പോൾ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു ഉറപ്പ് പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ തുടർന്നും ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അനീഷ, ശരി, ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്.